നമ്മുടെ നന്മകളാണ് നമ്മളെ സമ്പന്നരാക്കുന്നത്. ഇവിടെ ഒരു മനുഷ്യൻ അയാൾ സ്ഥിരമായി ജോലിക്ക് പോകുകയാണ്. പോകുന്ന വഴിക്ക് മുകളിൽ നിന്ന് അയാളുടെ തലയ്ക്ക് വെള്ളം വീഴുന്നു. മുകളിൽ നിന്ന് വെള്ളം വീണ് പാഴാവുകയാണെന്ന് മനസ്സിലാക്കിയ അയാൾ അടുത്തു കണ്ട ഒരു ഉണങ്ങിയ ചെടിച്ചട്ടിയെടുത്ത് അതിനടിയിൽ വയ്ക്കുന്നു. അയാൾ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഉന്തുവണ്ടിയിൽ കച്ചവടം ചെയ്യുന്ന ഒരു വയസ്സായ സ്ത്രീ റോഡിൽ നിന്ന് മുകളിലേക്ക് അവരുടെ വണ്ടി കയറ്റാൻ പറ്റാതെ കഷ്ടപ്പെടുന്നത് അയാൾ കാണുന്നു. അയാൾ അവരെ സഹായിക്കുന്നു. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഒരമ്മയും കുട്ടിയും ഭിക്ഷയാചിക്കുന്നത് കാണുന്നു. അയാൾ ചില്ലറകൾക്ക് പകരം അവർക്ക് നോട്ടുകൾ കൊടുക്കുന്നു. ഇതൊക്കെ കാണുന്ന ആ തെരുവിലെ കടക്കാരൻ ഇയാൾക്ക് ഭ്രാന്താണ് എന്ന് വിചാരിക്കുന്നു. ഇത് കഴിഞ്ഞ് അയാൾ ഒരു റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പട്ടി വരുന്നു. അയാൾ അതിന് ഭക്ഷണം കൊടുക്കുന്നു. അയാൾ ഇപ്പോൾ ഒരു ബസ്സിൽ ഇരിക്കുകയാണ്. തൊട്ടടുത്തുള്ള ഒരു സ്ത്രീക്ക് അയാൾ തന്റെ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുന്നു. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകും വഴി തന്റെ റൂമിന്റെ അടുത്തുള്ള ഒരു വയസ്സായ സ്ത്രീയുടെ വാതിലിൽ അയാൾ പഴം വയ്ക്കുന്നു. അയാൾ ഈ പ്രവൃത്തി എല്ലാ ദിവസവും തുടരുന്നു. അയാൾക്കിത് ഒരു കാര്യവും വ്യക്തിപരമായി കിട്ടുന്നില്ലെങ്കിലും അയാൾ അത് തുടരുന്നു. ഒരു ദിവസം അയാൾ പതിവ് പോലെ ആ ഭിക്ഷക്കാരിക്ക് പണം കൊടുക്കാനായി എത്തിയപ്പോൾ അവളുടെ മകളെ അവിടെ കാണുന്നില്ല. അയാൾ അവൾ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോഴേക്കും അവൾ ഒരു സ്കൂൾ യൂണിഫോമിൽ അവിടെ എത്തുന്നു. അവൾ ഇപ്പോൾ അയാൾ കൊടുത്ത പണം കൊണ്ട് പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അയാൾ ഇത് കണ്ട് സന്തോഷം തോന്നി. അയാൾക്ക് ഭ്രാന്താണ് എന്ന് വിചാരിച്ച ആ കടക്കാരന് ഇത് കണ്ട് കണ്ണു നിറയുന്നു. അയാൾ വെള്ളത്തിനടിയിലേക്ക് എടുത്തു വെച്ച ആ പൂച്ചെടി ഇപ്പോൾ തളിർത്ത് പൂത്ത് സുഗന്ധം പരത്തുകയാണിപ്പോൾ. അയാൾ ജീവിതത്തിൽ കൂടുതൽ പണം സമ്പാദിച്ചില്ല, പക്ഷേ മനസ്സിന്റെ നന്മ കൊണ്ട് അയാൾ സമ്പന്നനാണ്. ആ പൂച്ചെടിയെപ്പോലെ നന്മയുടെ മണം തനിക്ക് ചുറ്റുമുള്ള മനുഷ്യരിലേക്കും മൃഗങ്ങളിലേക്കും വൃക്ഷങ്ങളിലേക്കും പകർന്ന് അയാൾ അവരിലൊരാളായി ജീവിക്കുകയാണ്.